ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഇത് ആൾട്ടോ K10 ആണ്, കെ സീരീസ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ടൈമിംഗ് മാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വാഗണർ കെ സീരീസ് വണ്ടികൾക്കെല്ലാം ഈ ഒരു ടൈമിംഗ് മാർക്കായിരിക്കും വരുന്നത്. ഇത് ആൾട്ടോ K10ൻ്റെ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് മാർക്ക് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രാങ്കിൻ്റെ മാർക്ക് നോക്കാം. ഓൾറെഡി ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ക്രാങ്കിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു കീ സ്ലോട്ട് കാണാനായിട്ട് സാധിക്കും. അത് മുകളിലോട്ടായിരിക്കണം കീ സ്ലോട്ട് നിൽക്കേണ്ടത്. ആ കീ സ്ലോട്ടിന് നേരെ നോക്കുമ്പോൾ ഈ ബ്ലോക്കിൽ ഒരു പാട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വെട്ടുമായിട്ട് ഇത് നേരെ മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. ഇങ്ങനെ നേരെ മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. അപ്പോൾ അത് കൂടാതെ തന്നെ ഇതിൻ്റെ ടൈമിംഗ് ചെയിനിൽ ഈ ഭാഗത്തായിട്ട് ഒരു ഡിസ്കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തൊരു ഡിസ്കളർ ഉണ്ട്. ഇതും ഈ വെട്ടുമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. ഈ ഭാഗത്തൊരു വെട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആ ഒരു മാച്ചിങ്ങിലായിരിക്കണം ഇതിൻ്റെ ഡിസ്കളർ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് ഡിസ്കളർ ഇതുമായിട്ടായിരിക്കണം നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കീ സ്ലോട്ട് ഇതുമായിട്ടായിരിക്കണം മാച്ചിങ്ങിൽ വന്ന് നിൽക്കേണ്ടത്. കീ സ്ലോട്ട് എപ്പോഴും മുകളിലോട്ടായിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമിൻ്റെ മാർക്ക് നമുക്ക് നോക്കാം. ക്യാമിൻ്റെ ഇത് എക്സോസ്റ്റ്, ഇത് ഇൻലെറ്റാണ് വരുന്നത്. അപ്പോൾ എക്സോസ്റ്റ് വന്നിട്ട് ഈ ടൈമിംഗ് ചെയിനിൽ ഒരു ഡിസ്കളർ ഉണ്ട്. അതും ഈ ആരോയായിട്ട് മാച്ചിങ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഇൻലെറ്റിൽ വന്നിട്ട് ടൈമിംഗ് ചെയിനിൻ്റെ ഒരു ഡിസ്കളർ കൊടുത്തിട്ടുണ്ട്. അതും ഈ ആരോയായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. അതുകൂടാതെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കുത്തുമാർക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഹെഡിൽ ഒരു പ്രൊജക്റ്റ് നിൽക്കുന്ന ഒരു വെട്ട് കാണാനായിട്ട് സാധിക്കും. ഇതുമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. അതേപോലെ തന്നെ എക്സോസ്റ്റിലും ഉണ്ട് ഒരു കുത്തുമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതും ഇതുമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. അത് കൂടാതെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു വെട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ആ വെട്ട് ഇതിന് ഒപ്പത്തിലായിരിക്കും വന്ന് നിൽക്കുന്നത്. ഈ വെട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചെറിയൊരു വെട്ടുമാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വെട്ടും ഇതുമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം വന്നിരിക്കേണ്ടത്. അതേപോലെ തന്നെ ഇൻലെറ്റിലുണ്ട് ഇവിടെ ഒരു ചെറിയ വെട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഭാഗമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ ക്രാങ്കിൽ വന്നിട്ട് കീ സ്ലോട്ട് ഇതുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിസ്കളർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വെട്ടുമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. ടൈമിംഗ് ചെയിൻ്റെ ഡിസ്കളർ. അതുപോലെ തന്നെ ക്യാമിൽ വരുമ്പോൾ എക്സോസ്റ്റിൽ വന്നിട്ട് ഈ ഒരു ഡിസ്കളറുമായിട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു കുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ കാണുന്ന പ്രൊജക്റ്റ് ഇരിക്കുന്ന ഭാഗമായിട്ടും അതുപോലെ തന്നെ ഇൻലെറ്റിൽ വരുമ്പോൾ ഈ ഒരു ആരോ ഈ ഒരു ഡിസ്കളറുമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഡോട്ട് കൊടുത്തേക്കുന്നത് ഇത് താഴെയായിട്ട് പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാഗത്തായിരിക്കണം നിൽക്കുന്നത്. അപ്പോൾ K10 വാഗണർ ഇതിനെല്ലാം ഈ ഒരു ടൈമിംഗ് ആയിരിക്കും വരുന്നത്. കെ സീരീസ് വണ്ടികളുടെ K10 അതുപോലെ തന്നെ വാഗണറൊക്കെ കെ സീരീസ് വണ്ടികളൊക്കെ ഈ ഒരു ടൈമിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് ആൾട്ടോ K10ൻ്റെ ടൈമിംഗ് മാർക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.